നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ധനുമാസം 1-ാം തീയതിയാണ് അല്ലെ. ധനുമാസത്തിലെ ഏറ്റവും വിശേഷപ്പെട്ടതും പ്രാധാന്യമുള്ളതുമായിട്ടുള്ള 2 ദിവസങ്ങളാണ് ധനുമാസത്തിലെ തിരുവാതിരയും ധനുമാസത്തിലെ കുചേല ദിനവും. ഈ കുചേല ദിനത്തില് ഓടിച്ചെന്ന് ഒരു പൊതി അവില് വാങ്ങിച്ച് ഭഗവാന് സമർപ്പിച്ചാല് ഈ കുചേലൻ കുബേരനാകുമെന്ന് ആരും തന്നെ ധരിക്കരുത് കേട്ടോ. അങ്ങനെ ഒരു ധാരണയിൽ അങ്ങോട്ട് പോവുകയേ വേണ്ട. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ് സാധാരണഗതിയിൽ മുപ്പെട്ട് ബുധനാഴ്ച എന്നൊക്കെ പറയും. അന്നാണ് കുചേല ദിനം. അതായത് ഈ വർഷം കുചേല ദിനം വരുന്നത് നാളെയാണ്. ഡിസംബർ 17 ബുധനാഴ്ചയാണ് കുചേല ദിനം. കുചേല ദിനത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും ഈ കുചേല ദിനത്തില് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ സകല ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഭഗവാൻ നീക്കിത്തരാൻ കാരണമാകും എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും നാളത്തെ ദിനത്തില്, അത്രമേൽ പ്രാധാന്യം അർഹിക്കുന്ന നാളത്തെ ദിനത്തില് ഭഗവാന് വേണ്ടി നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുരിതങ്ങളെയും തുടച്ചു മാറ്റും എന്നുള്ളതാണ്. അപ്പൊ എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അവിൽ നിവേദ്യത്തെ കുറിച്ച് നമുക്കറിയാം. നമ്മൾ മുന്നേയും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഭഗവാൻ മഹാവിഷ്ണുവിനും കൃഷ്ണനായി നിൽക്കുന്ന വൈഷ്ണവാദി മൂർത്തികൾക്കും അവിൽ നിവേദ്യം കഴിക്കുന്നത് വളരെ വിശേഷപ്പെട്ട ഒരു കാര്യമാണ്. സാന്ദീപനി എന്ന് പറയുന്ന ഗുരുശ്രേഷ്ഠന്റെ ആശ്രമത്തില് സഹപാഠിയായിരുന്ന ശ്രീകൃഷ്ണനും കുചേലനും ഗുരുകുല വിദ്യാഭ്യാസത്തിന് ശേഷം ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരകയിലേക്ക് പോവുകയും കുചേലൻ സ്വഗ്രഹത്തിലേക്ക് പോവുകയും ചെയ്തു. കുചേലൻ വളരെ സാമ്പത്തികമായിട്ട് താഴ്ന്ന നിലയില് ഭിക്ഷയാചിച്ച് കഷ്ടപ്പെട്ട് കുടുംബം നോക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ അവസ്ഥയിൽ തന്നെ അദ്ദേഹം വേളിയും കഴിച്ചു. കുട്ടികളൊക്കെ ആയി അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തോട് പറയുകയാണ്, അങ്ങുന്നേ അങ്ങയുടെ സഹപാഠിയായിരുന്നല്ലോ ദ്വാരകയിലെ ശ്രീകൃഷ്ണൻ. അദ്ദേഹത്തെ ഒന്ന് പോയി കണ്ടാൽ നമ്മുടെ ഈ ഒരു കഷ്ടതകൾക്കെല്ലാം ഒരു അറുതി വരുന്നതാണ്. അല്ലെങ്കിൽ ഈ ദാരിദ്ര്യത്തിന് എന്തെങ്കിലും ഭിക്ഷ കിട്ടിയാലോ എന്ന് ഭാര്യ പറയുകയുണ്ടായി. ഹേയ്, അങ്ങനെയൊന്നും ഞാൻ പോകില്ല. അദ്ദേഹത്തെ അങ്ങനെയൊന്നും കാണാൻ പറ്റുകയില്ല. അത് വളരെ മോശവുമാണ്. അങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കുചേലൻ ഓരോ ദിവസവും തള്ളി നീക്കിക്കൊണ്ടിരുന്നു. ഭാര്യയുടെ നിരന്തരമായിട്ട് നിൽക്കുന്ന ആവശ്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അവസാനം കുചേലൻ അദ്ദേഹത്തെ കാണാൻ പോവുകയാണ്. അങ്ങനെ കുചേലൻ ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ പോകാൻ തീരുമാനമായി. സഹപാഠിയെ വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ എന്തെങ്കിലും ഒന്ന് കയ്യിൽ കരുതണ്ടേ? അങ്ങനെയൊന്നുമില്ല. അവിടെയെല്ലാം തപ്പി നോക്കി. പഴയ ഒരു പിടി നെല്ലിരിക്കുന്നത് കണ്ടു. അതിനെ ഇടിച്ച് അവലാക്കി നെല്ലും കല്ലുമൊക്കെ ചേർന്ന് ആ അവലൊന്ന് പൊതിഞ്ഞ്, പണ്ടൊക്കെ ഭാണ്ഡങ്ങളിലാണ് പൊതിയുന്നത്, അത് ഭാണ്ഡമാക്കി അതിനെ കിഴികെട്ടി അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഭഗവാനെ കാണാൻ ആ ദ്വാരകയുടെ അടുത്ത് ചെന്നപ്പോൾ കാവൽക്കാര് മറ്റുള്ളവരുമൊക്കെ അദ്ദേഹത്തിന്റെ വേഷഭൂഷാദികളൊക്കെ കണ്ട് കളിയാക്കുകയാണ് ചെയ്തത്. എവിടുന്നാ വന്നത്, എന്തിനാ വന്നത് എന്നൊക്കെ ചോദിച്ച് അദ്ദേഹത്തെ ഒരുപാട് കളിയാക്കി. ഇതെല്ലാം സഹിച്ചു നിന്ന് അദ്ദേഹം ഭഗവാനെ കാണുകയാണ്. കുചേലനെ കണ്ട മാത്രയിൽ തന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ അദ്ദേഹത്തെ ആനയിച്ച് അവിടെ ഇരിപ്പിടത്തിലിരുത്തി അദ്ദേഹത്തിന് വേണ്ട ശുശ്രൂഷകളെല്ലാം നൽകി. എന്താണ് തനിക്ക് വേണ്ടി കൊണ്ടുവന്നതെന്ന് അന്വേഷിക്കുകയും മടിച്ച് കുചേലൻ ആ അവൽക്കിഴി ഭഗവാന് സമർപ്പിക്കുകയും ചെയ്യുകയാണ്. ആ കിഴിയിൽ നിന്നും ഓരോ പിടി അവിലെടുത്ത് വായിലേക്ക് ഇടുന്ന സമയത്തും ഭഗവാൻ കഴിക്കുമ്പോൾ ആ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം കുചേലന്റെ ഗ്രഹത്തിൽ അനുഭവിക്കുകയാണ്. സതീർത്ഥ്യൻ വന്നതില് ഭഗവാന് ഭയങ്കര സന്തോഷമായി. ആ സതീർത്ഥ്യനെ വേണ്ട വിധത്തിലെല്ലാം ആനയിച്ചിരുത്തി കാലുകഴുകി പൂജ കഴിച്ച് വളരെ സന്തോഷകരമായിട്ടാണ് തിരിച്ചയച്ചത്. തിരിച്ചു പോകുന്ന വഴിക്ക് ഈ കുചേലൻ ചിന്തിക്കുകയാണ്, ഞാൻ എന്തിനാണ് ഇവിടെ വരെ പോയത്? ഭഗവാനോട് ഭിക്ഷയാചിക്കാനാണ് പോയത്. പക്ഷെ അത് മറന്നു പോവുകയും ചെയ്തു. ഇനി എന്താ ചെയ്യുക? അകത്തുള്ളവരോട് ഞാൻ എന്താ പറയുക? കഷ്ടമാവില്ലേ ഇവിടെ? അവിടെ ചെല്ലുമ്പോൾ ഒരു മറുപടി ഉണ്ടോ കൊടുക്കാൻ? ഇതൊക്കെ ചിന്തിച്ച് അദ്ദേഹം തിരിച്ചെത്തിയപ്പോൾ പഴയ കുടിലൊന്നുമല്ല കേട്ടോ, കൊട്ടാര സമൃദ്ധമായിട്ടുള്ള ഒരു ജീവിതമാണ് അപ്പോൾ അദ്ദേഹം അവിടെ കണ്ടത്.
അങ്ങനെയുള്ള ആ ദിനത്തെയാണ് നമ്മൾ കുചേല ദിനമായിട്ട് ആചരിക്കുന്നത്. ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഈ കലിയുഗത്തില് നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് വിഷയങ്ങളാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. ഒന്ന്, സമ്പത്തിന് വേണ്ടി കൃഷ്ണനെ കാണാൻ പോകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. പൂർണ്ണ ഭക്തിയോടുകൂടി, പൂർണ്ണ ബഹുമാനത്തോടുകൂടി, സത്യമല്ലാതെ വേറെ ഒരു ചിന്തയുമില്ലാതെ നിർമ്മലമായിട്ടുള്ള മനസ്സോടുകൂടി ഭഗവാനെ ദർശിച്ചപ്പോൾ ആ ഭാഗ്യം കുചേലന് കിട്ടി എന്നുള്ളതാണ്. പരിപൂർണമായിട്ടുള്ള വിശ്വാസത്തോടുകൂടി, പരിപൂർണമായി നിൽക്കുന്ന സത്യസന്ധതയോടുകൂടി, ഒരു അത്യാഗ്രഹവും ഇല്ലാതെ കാണുന്നത് തന്നെ, എന്തെങ്കിലും ചോദിക്കുന്നത് തന്നെ ഭഗവാനോട് കഷ്ടമാകുമോ എന്ന് വിചാരിച്ച് അകത്തുള്ളവരുടെ ആ സങ്കടം കേട്ട് വിഷമിച്ച് അവിടെ ചെന്ന അദ്ദേഹത്തിന് ഒന്ന് ആലോചിച്ചു നോക്കിയേ, നമ്മളൊക്കെ എങ്ങനെയാണ് ഏറ്റവും കേമമായിട്ടുള്ള ഈ ഷർട്ടൊക്കെ ഇട്ട്, അല്ലെങ്കിൽ കേമമായിട്ടുള്ള സ്പ്രേ ഒക്കെ ഉപയോഗിച്ച്, ഏറ്റവും ഗംഭീരമായിട്ട് പൗഡറൊക്കെ ഇട്ട്, ഏറ്റവും സുന്ദരനായിട്ട് അല്ലെങ്കിൽ സുന്ദരിയായിട്ട് അങ്ങനെയാണ് ക്ഷേത്രത്തിലൊക്കെ പോകുന്നത് അല്ലെ. അങ്ങനെ നിരീക്ഷിക്കുന്ന പലരെയും കാണാറുണ്ട്. കലിയുഗത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പവിത്രമായിട്ടുള്ള മനസ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഭഗവാന് കാണിക്കുകയോ അല്ലെങ്കിൽ വേറെ ഒന്നുമല്ല വേണ്ടത്. നമ്മുടെ പവിത്രമായിട്ടുള്ള മനസ്സും ഒന്നും ആഗ്രഹിക്കാതെയുള്ള നമ്മുടെ ആ ഒരു ഭക്തിയുമാണ് ഭഗവാന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. പവിത്രമായ മനസ്സും പവിത്രമായിട്ടുള്ള മനസ്സിലുള്ള വിശ്വാസവും ആ സ്നേഹവും ആ ആദരവും ഒക്കെയാണ് ഭഗവാനോട് നാം കാണിക്കേണ്ടത്. അചഞ്ചലമായി നിൽക്കുന്ന, ദിവ്യമായിട്ട് നിൽക്കുന്ന ആ ഒരു പ്രേമം തന്നെയാണ് കുചേലനെ കുബേരനാക്കിയത്. ആ മനസ്സിന്റെ നന്മയാണ്, ആ മനസ്സിന്റെ ശ്രേഷ്ഠമായിട്ടുള്ള ഭക്തിയാണ്. ആ ഭക്തിയോടുകൂടി നമ്മൾ ഭഗവാനെ കണ്ടാൽ മാത്രമാണ് നമുക്കും കുബേരനാകാൻ സാധിക്കുകയുള്ളൂ. ഇനി രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹത്തിന്റെ ആ ജീവിതത്തിലെ എടുക്കാൻ പറ്റാത്ത ഏറ്റവും സമ്പന്നമായി നിൽക്കുന്ന ആ ഒരു കാഴ്ച എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു കാഴ്ച ദ്രവ്യം എന്ന് പറയുന്നതാണ് അവലാണ്. അപ്പോൾ ആ അവലിനകത്ത് ശരിക്കും ഭഗവാന് സമർപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭക്തി കൂടിയുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിന് നിർമ്മലമായിട്ടുള്ള ഒരു മനസ്സുണ്ട്, അചഞ്ചലമായിട്ട് നിൽക്കുന്ന ഭക്തിയുമുണ്ട്. അങ്ങനെ ഒരു ദാരിദ്ര്യം, ഇതെല്ലാം കൂടെ നിറഞ്ഞതാണ് നമ്മൾ ഇത്രയും കേമമായി കണ്ടിരുന്ന കുചേലന്റെ ഒരു ജീവിത രീതി എന്നുള്ളത്. ഈ ഒരു ദിവസം, ഈ കുചേല ദിനത്തില് നമ്മുടെ ഭക്തി കൊണ്ട്, നമ്മുടെ പവിത്രത കൊണ്ട്, നമ്മുടെ മനസ്സിന്റെ നന്മ കൊണ്ട്, ഈശ്വരനോടുള്ള പ്രേമം കൊണ്ട്, ആ ഈശ്വരനോടുള്ള അനുഗ്രഹത്തിന് വേണ്ടി ആ മനസ്സുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിന്റെ മുൻപില്, ഭഗവാന്റെ മുൻപില്, അദ്ദേഹത്തിന്റെ ഇഷ്ടവിഭവമായിട്ടുള്ള ആ ഒരു പൊതി അവൽ അദ്ദേഹത്തിന്റെ കാൽച്ചുവട്ടിൽ സമർപ്പിച്ച് അവിടെ നിന്ന് നമ്മുടെ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. ആ പ്രാർത്ഥന അദ്ദേഹം സ്വീകരിച്ച് നമ്മളെ അനുഗ്രഹിക്കണമേ എന്ന് വേണം നമ്മൾ പറയാൻ. ആ അചഞ്ചലമായിട്ട് നിൽക്കുന്ന യാത്രയിൽ നിവേദിക്കുന്ന ആ അവൽ എന്ന് പറയുന്നത് ഒരു പുണ്യകർമ്മമാണ്. കുചേല ദിനത്തില് നമ്മൾ ചെയ്യുന്ന ഓരോ വഴിപാടുകൾക്കും, ഓരോ കർമ്മങ്ങൾക്കും, ഓരോ ആചാരങ്ങൾക്കും വളരെ വ്യക്തവും കൃത്യവുമായിട്ട് അതിനകത്ത് മനുഷ്യകുലത്തിൽ പരിപാലിക്കേണ്ട, അല്ലെങ്കിൽ മനുഷ്യൻ പരിപാലിക്കേണ്ട ഒരു അർത്ഥങ്ങളെ കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭക്തിയുടെ തീവ്രതയാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ കുചേല ദിനത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. പൂർണ്ണ ഭക്തിയോടുകൂടി ഗുരുവായൂരപ്പന്റെ വിഗ്രഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹം ഉണ്ടെങ്കിൽ, ആ ഒരു വിഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോ നന്നായിട്ട് അലങ്കരിച്ച് ഒരു തുളസിമാലയൊക്കെ ചാർത്തി കൊടുത്തതിന് ശേഷം നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന് ഒരു അവൽക്കിഴി അങ്ങ് സമർപ്പിക്കുക. നിങ്ങളുടെ സകല ദുഃഖ ദുരിതങ്ങളും തീരും. ഞാൻ വീണ്ടും പറയുന്നു, ശുദ്ധമായിട്ടുള്ള മനസ്സോടുകൂടി, അത്യാഗ്രഹം ഇല്ലാതെ വേണം നിങ്ങൾ ഭഗവാനെ സമർപ്പിക്കാനായിട്ട്. നിങ്ങളൊന്നും പറയാതെ തന്നെ നിങ്ങളുടെ ആ ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ, നിങ്ങൾക്ക് എന്താണോ ആവശ്യം ഒക്കെയും ഭഗവാൻ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു അവൽക്കിഴി സമർപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് വേണം നിങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട്. അല്ലാതെ ഒരിക്കലും എനിക്ക് അത് വേണം ഇത് വേണം എന്നുള്ളതല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. അത് തന്നെയാണ് കുചേലന്റെ ജീവിതത്തിന്റെ വിജയരഹസ്യവും അല്ലെ. അതുകൊണ്ടാണ് ഈ ഒരു കഥ ഞാൻ ഇന്നിവിടെ പറഞ്ഞത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. പൂർണ്ണ ഭക്തിയോടെ, പൂർണ്ണ വിശ്വാസത്തോടു കൂടി, ഭഗവാനോടുള്ള ആ ഒരു പ്രേമത്തോടു കൂടി ആ ഒരു അവൽക്കിഴി ഭഗവാന് സമർപ്പിക്കുക. ഭഗവാന്റെ അനുഗ്രഹം എന്നും ഉണ്ടാവണേ എന്നുള്ളത് മാത്രമായിരിക്കണം നമ്മുടെ മനസ്സിലെ പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നാളത്തെ ദിവസം നിങ്ങൾക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഏത് സമയത്തും ചെയ്യാം. അതായത് ഒന്നുകിൽ രാവിലെ നിലവിളക്ക് തെളിയിക്കുന്നതിനോടൊപ്പം ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ സന്ധ്യാസമയത്ത് നിലവിളക്ക് തെളിയിക്കുന്നതിനോടൊപ്പം ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ്.
ഒരു മഞ്ഞപ്പട്ടില് കിഴി കെട്ടിക്കൊണ്ട് അവല് ഭഗവാന് സമർപ്പിക്കുക. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അടുത്ത കുചേല ദിനമാകുമ്പോഴേക്കും നിങ്ങളും ഒരു കുബേരനായിട്ട് മാറും. തീർച്ചയായിട്ടും ഇത് ചെയ്ത എല്ലാവർക്കും തന്നെ ഇതുവരെ ഫലം ലഭിക്കാതെ പോയിട്ടില്ല എന്നുള്ളതാണ്, ഭഗവാൻ കാണാതെ പോയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നാളത്തെ ദിവസത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യം എല്ലാവരും ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.